ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുക്കിംഗ് വിത്ത് കീരിയോട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഡ്രാഗൺ ചിക്കനാണ്. അതൊരു ചൈനീസ് റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ ഈ ഒരു ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീളനെയാണ് കട്ട് ചെയ്യേണ്ടത്. തിന്നായിട്ടുള്ള നീളനെയുള്ള പീസസ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അങ്ങനെ മാറ്റി വെച്ചതാണ് ഈ കാണുന്നത്. 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ, ബ്ലാക്ക് പെപ്പർ. പിന്നെ നമ്മൾ ഇതിലേക്ക് പാപ്രിക്കയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 1/2 ടീസ്പൂണോളം പാപ്രിക്ക ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ബാറ്റർ നമുക്ക് റെഡിയാക്കണം. അപ്പോൾ അതിനെന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് ഞാൻ പറയാം. നമുക്കിനി ബാറ്റർ എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് മൈദ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് ഇടാം. പിന്നെ ബ്ലാക്ക് പെപ്പർ, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു മുഴുവനായിട്ടുള്ളൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കട്ടിയും വേണം, എന്നാൽ അത്രയ്ക്കും ലൂസ് ആവാൻ പാടാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു ടീസ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ സോയാ സോസും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടി ഇത് മിക്സ് ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കനെ നമ്മൾ ഈ ബാറ്ററിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ്സ് നമുക്ക് റെഫ്രിജറേറ്ററിൽ വെക്കാം. അതൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സ്. അതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കണം, ഫ്രൈ ചെയ്ത് എടുക്കണം. അങ്ങനെ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. കാരണം നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ചിക്കനിലുണ്ടാവും. അപ്പോൾ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഓരോ പീസും ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മളത് മറിച്ചിട്ട് കൊടുക്കണം. ഇത് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ബാച്ചായിട്ട് വേണം ഇടാൻ. കുറച്ചുണ്ട് ചിക്കൻ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ചിക്കൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ ഇടാതിരിക്കാൻ നോക്കുക. പിന്നെ ഇട്ട ഉടനെ നിങ്ങൾ അത് നീക്കരുത്, കാരണം അതിൻ്റെ മുകളിലുള്ള കോട്ടിങ് പിടിക്കില്ല. അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്ക് നോക്കാം. ചിക്കനൊക്കെ ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നല്ലത് തിരിച്ചിട്ട് കൊടുക്കൂ. മറ്റേ സൈഡും കൂടി ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി ചിക്കൻ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഒരു പാൻ വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിലാണ് യൂസ് ചെയ്യണത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, പിന്നെ അതേപോലെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതെല്ലാം ഇട്ടുകൊടുത്തു.
എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ചൈനീസ് കുക്കിംഗ് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഫ്ലെയിം മാക്സിമം ആയിരിക്കണം. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് സോട്ട് ചെയ്തെടുക്കണം. എന്നാൽ ഭയങ്കരമായിട്ട് ഫ്രൈ ആവാനും പാടില്ല. ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതൊന്ന് റെഡി ആയി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള, തിന്നായിട്ടാണ് ഞാൻ സ്ലൈസ് ചെയ്തിട്ടുള്ള ഉള്ളി, വലിയ ഉള്ളി 1.5 ഉള്ളിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തത്, അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ ഒന്ന് സോട്ടായി വരുമ്പോഴേക്കും നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 2 കളർ ക്യാപ്സിക്കമാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇപ്പം ഒരെണ്ണമാണ് പച്ച കളർ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രമേ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് റെഡും ഗ്രീൻ കളർ ക്യാപ്സിക്കം ഒരു കാൽ ഭാഗം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ചൈനീസ് കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റി റെഡിയാക്കി വെക്കണം. കാരണം നമ്മൾ ഫാസ്റ്റായിട്ടുള്ള ഹൈ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും ഡിലേ വരാൻ പാടില്ല. പിന്നെ അതുപോലെ ഈ വെജീസ് എല്ലാം ഒട്ടും ഭയങ്കരമായിട്ട് എന്താ പറയുക ഫ്രൈ ആവാനും പാടില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുക, ജസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോഴേക്കും അത് എന്താ പറയുക ഓൾമോസ്റ്റ് അത് കുക്കായിട്ടുള്ള രീതിയിലാവും. കാരണം ഓവർ കുക്ക്ഡ് ആവാൻ പാടില്ല. ആ രീതിയിൽ വേണം നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സോസസ് ആഡ് ചെയ്യാനുള്ള ടൈമായി. 1 ടേബിൾ സ്പൂണോളം ബ്ലാക്ക് സോയ സോസ് ആഡ് ചെയ്തു. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഇപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അപ്പം ഫുൾ ടൈമും നിങ്ങളുടെ അറ്റൻഷൻ ഇതിലായിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ബ്ലാക്ക് സോയ സോസിന് പുളി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം ഒന്ന് സോട്ടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിനിഗർ ഒഴിച്ചു കൊടുക്കണം. വിനിഗറൊക്കെ വെച്ചൊന്ന് സോട്ടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഇനി സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഹണിയാണ് യൂസ് ചെയ്യണത്. ഹണി ഓൾമോസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതും കൂടി സോട്ട് ചെയ്തെടുക്കുക. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ സോസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിക്കണം. ഇനി ഇതിലോട്ട് ഞാൻ കോൺഫ്ലവറിൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒരു 3/4 ഗ്ലാസ് സാദാ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ചിക്കനൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാനും ആ ഒരു ജ്യൂസി കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവറിൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചൈനീസ് ആയതുകൊണ്ട് സ്പ്രിംഗ് ഓണിയൻ ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിലോട്ട് ഞാൻ കുറച്ച് വൈറ്റ് സെസമി സീഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ഓപ്ഷണലാണിത്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ സ്പ്രിംഗ് ഓണിയൻ ഒരിക്കലും വിട്ടുപോകരുത്, അത് മാക്സിമം ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതോടെ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇതോടെ എൻ്റെ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.